ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് അക്കുവിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അങ്ങനെ കസിൻസ് എല്ലാവരും എത്തി. നമ്മൾ ബ്രൈഡിൻ്റെ ഡ്രസ്സ് സെറ്റാക്കുക. ഇത് കല്യാണ തലേ ദിവസം മോർണിംഗ് ആണ്. ഇന്ന് നമ്മളൊരു ചെറിയ ബ്രൈഡ് ടു ബി പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പുടവ കൊടുക്കണം. അങ്ങനെ നമ്മുടെ ചെറുക്കൻ കുളി എല്ലാം കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയുള്ള പോക്ക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മമ്മയും അച്ചിച്ചനും എല്ലാവരും എത്തിയായിരുന്നു. എല്ലാവരും പപ്പായ കഴിക്കേണ്ട തിരക്കില്ല. അങ്ങനെ ഞങ്ങൾ ബ്രൈഡ് ടു ബിക്കുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. പിള്ളേരേനൊക്കെ പുറത്താക്കി ഞങ്ങൾ. എന്നിട്ട് ഞങ്ങൾ ബലൂൺസും എല്ലാം സെറ്റാക്കുമായിരുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളും തള്ളും എല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. നമ്മൾക്കാണെങ്കിൽ സമയം ഭയങ്കര കുറവായിരുന്നു. ഒരു കസിൻ എത്താനുണ്ടായിരുന്നു. അവളെ എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ. എന്നിട്ട് ബ്രൈഡ് ടു ബി കഴിഞ്ഞതും ഞങ്ങൾക്ക് പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് പുടവ കൊടുക്കലിനുള്ളത് തുടങ്ങണം. അപ്പോൾ രണ്ടും എൻറ്റയർലി ഡിഫറെൻറ്റ് ഔട്ട്ഫിറ്റാണ് പ്ലാൻ ചെയ്തായിരുന്നത്. ബ്രൈഡ് ടു ബിക്ക് നല്ല ബ്ലാക്ക് കളർ മോഡേൺ ഡ്രസ്സും പിന്നെ പുടവ കൊടുക്കലിന് എല്ലാവരും സെറ്റ് സാരിയും സെറ്റും മുണ്ടൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ വലിയേട്ടൻ ഞങ്ങളതിനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ലൈറ്റ്സ് എല്ലാം സെറ്റാക്കി തരുമായിരുന്നു. എല്ലാവരും നല്ല ബിസിയായിരുന്നു. ഒരു സൈഡിൽ ബലൂൺസ് സെറ്റാക്കുന്നു, ഒരു സൈഡിൽ വെഡ്ഡിങ്ങിനുള്ള സാരി പ്രീപ്ലീറ്റ് ചെയ്യണു. അങ്ങനെ ഫുൾ തിരക്കോട് തിരക്കായിരുന്നു. ഇതാണ് നമ്മുടെ ബ്രൈഡ് അക്കു. ഫുൾ ഹാപ്പിയാണ്. എവിടം വരെ ആയി എന്ന് സെറ്റായോ? അല്ല പിന്നെ ആരപ്പ പറയുന്നല്ലേ? അല്ലേ അല്ലേ അതെ 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 അതെ. എന്നിട്ട് കല്യാണിപ്പെണ്ണ് ഡിങ്കിരി പറയണം. എന്നിട്ട് എന്താ ഫീൽ ചെയ്യണം അപ്പം? എന്നാ എനിക്കെന്താ പറയുക, തോന്നുന്നു കുടിയിരിക്കല്. സീരിയസ്ലി വിസണുവിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഇനി മൊത്തം വിസണുവിനെ കണ്ടാ മതിയല്ലോ. Are you excited? Watching? We are watching Scary. അങ്ങനെ വിശന്ന് ഫുഡ് കഴിക്കാൻ വന്നു. ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡ്യൂട്ടി ഞാൻ തുടങ്ങി. ഞാനായിരുന്നു അക്കുവിനെ മേക്കപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശടപടയിച്ചിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അവർക്ക് ഫോട്ടോസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ശടപടയിച്ചിട്ട് ഒരുക്കി. റീലിനുള്ള ഡാൻസ് പ്രാക്ടീസിംഗ് ആണ് ഈ കാണുന്നത്. Bombay wala is back.
You look so beautiful. You too. Video. എന്താ പറയാ? ഇത് ചിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വ്ലോഗ് എടുക്കുന്നു ഞങ്ങൾ. അതെ. അങ്ങനെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കേക്കെല്ലാം എത്തി. ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തായിരുന്നു. കേക്കിൻ്റെ കാര്യം മറന്നു. എന്നിട്ട് തലേ ദിവസം നൈറ്റാണ് ഞങ്ങൾ പെട്ടെന്ന് ഓർഡർ ചെയ്തത്. ഞങ്ങളുടെ ബേബി സിസ്റ്ററാണ് സാഷ് ഇട്ട് കൊടുക്കണത്. അജേട്ടാ പെർഫ്യൂമില് കുളിക്കുകയാണോ? ടീം ബോയ്സ്. അങ്ങനെ പുടവ കൊടുക്കലിനുള്ളത് സെറ്റാക്കാൻ തുടങ്ങി. എല്ലാവരും സെറ്റ് മുണ്ടും സെറ്റ് സാരിയും ഒക്കെ കൊടുക്കണ്ടായിരിക്കും. ഞങ്ങൾ നൈസായിട്ട് ഞങ്ങളുടെ സിംഗിൾ പിക്ക് എടുക്കാൻ വേണ്ടി ഫോട്ടോഗ്രാഫറുടെ അടുത്ത് പോയി സോപ്പിട്ടു. യൂട്യൂബ് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണ് അടിച്ചു കൊടുക്കുക. അങ്ങനെ ഒരു റീൽ എടുക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. അതൊക്കെ ഉണ്ട്. ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യണേ. അങ്ങനെ കട്ടണേ. ഇഷ്ടമുള്ളത് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ചടങ്ങോട് തുടങ്ങി. ദക്ഷിണ കൊടുക്കലെല്ലാം തുടങ്ങി. വല്യമ്മമാർക്കും എല്ലാവർക്കും. ഇപ്പോഴാണ് എൻ്റെ ചേച്ചി അമ്മയും എത്തുന്നത്. അപ്പം ചേച്ചിക്കുള്ള സാരി പ്രീപ്ലേറ്റ് ചെയ്യുക. ഫൈനലി ഷീസ് ബാക്ക്. കുറച്ചുണ്ട് സാപ്പിടാം. വന്നേക്കണ് എവിടെ? അയ്യോ സർക്കാർ. അങ്ങനെ കല്യാണ ചെക്കനും വീട്ടുകാരും എത്തി. അപ്പം അക്കു ആണെങ്കിൽ ചെക്കനെ കാണാൻ വേണ്ടിയുള്ള ഓട്ടത്തിലാണ്. സ്ലോ മോഷനിലൊക്കെ പോവാണ്. എന്താ ചെയ്യുക? പുടവ കൊടുക്കാൻ പോവാണ്. ഗ്രൂമിൻ്റെ സിസ്റ്ററാണ് പുടവ കൊടുക്കുക ബ്രൈഡിൻ്റെ കയ്യിൽ. അത് കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ടായിരുന്നു. നമ്മുടെ പുടവ കൊടുക്കൽ ചടങ്ങും ബ്രൈറ്റ് ബി എല്ലാം കഴിഞ്ഞു. അത് ഞങ്ങളിപ്പോൾ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ നേരത്തെ എണീറ്റ് തിരിച്ചു വരുന്നതാണ്.